സിനിമാ നിർമ്മാതാവ് ഗാന്ധിമതി ബാലൻ അന്തരിച്ചു. 69 വയസ്സായിരുന്നു. കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് അന്ത്യം സംഭവിച്ചത്. സംസ്കാരം നാളെ തിരുവനന്തപുരം തൈക്കാട് ശാന്തികവാടത്തിൽ നടക്കും. വി എ ഗിരീഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ഗിരീഷ്, ശ്രദ്ധേയമായ ഒരുപാട് ചിത്രങ്ങളുടെ നിർമ്മാതാവ്, പഞ്ചവടിപ്പാലം, സുഗമോദേവി, മൂന്നാം പക്കം, അങ്ങനെ ശ്രദ്ധേയമായ ഒരുപാട് ചിത്രങ്ങൾ, അതിൻ്റെ നിർമ്മാതാവ് വിടവാങ്ങുന്നു. എപ്പോഴായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം? എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ സംഭാവനകളെ ഓർക്കാൻ കഴിയുക ഗിരീഷ്? രഞ്ജിത്ത്, സിനിമാ നിർമ്മാതാവ് ഗാന്ധിമതി ബാലൻ ഉച്ചയ്ക്ക് 12:52 അന്തരിച്ചത്. കിംസ് ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. ദീർഘകാലമായി കരൾ സംബന്ധമായ ചികിത്സയിലായിരുന്നു. ഒരാഴ്ച മുമ്പാണ് അദ്ദേഹത്തെ വീണ്ടും ആരോഗ്യനില വഷളായതിനെ തുടർന്ന് കിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. സംസ്കാരം നാളെ തിരുവനന്തപുരത്ത് നടക്കും എന്നുള്ളതാണ് ഇപ്പോൾ ബന്ധുക്കൾ അറിയിച്ചിരിക്കുന്നത്. റീജിത്ത് സൂചിപ്പിച്ച പോലെ മലയാളത്തിലേക്ക് ഒരുപിടി നല്ല സിനിമകൾ, ക്ലാസിക് സിനിമകൾ തന്നെ സമ്മാനിച്ച ഒരു നിർമ്മാതാവായിരുന്നു ഗാന്ധിമതി ബാലൻ. ചലച്ചിത്രത്തെ വെറുമൊരു വരുമാന മാർഗം എന്നതിലുപരി ഒരു ഹൃദയത്തിന്റെ ഭാഗമായി കൊണ്ടു നടന്ന നിർമ്മാതാക്കൾ ഒരാൾ എന്ന് തന്നെ ഗാന്ധിമതി ബാലനെ വിശേഷിപ്പിക്കാം. മലയാളത്തിലെ പല ക്ലാസിക് സിനിമകളുടെയും പിറവിക്ക് പിന്നിൽ ഈ സംഗീതത്തെയും അതോടൊപ്പം തന്നെ കലയെയും സ്നേഹിക്കുന്ന ഈ നിർമ്മാതാവ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. ധാരാളം വായിക്കുക, സിനിമയിലേക്ക് കഥ കണ്ടെത്തുക, മികച്ച എഴുത്തുകാരെ തിരക്കഥാ ജോലി ഏൽപ്പിക്കുക, ഇങ്ങനെ സിനിമയുടെ ആദ്യ അവസാനം എല്ലാത്തിലും ഭാഗഭാക്കായിരുന്ന ഒരു നിർമ്മാതാവ്. അങ്ങനെയുള്ള നിർമ്മാതാക്കളുടെ പരമ്പരയിലെ അവസാന കണ്ണികളുള്ള ഒരാളായിരുന്നു ഗാന്ധിമതി ബാലൻ. അദ്ദേഹത്തിന്റെ സിനിമകൾ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇക്കാര്യം വ്യക്തമാകുന്നതാണ്. 1982 ബാലേന്ദ്ര മേനോൻ സംവിധാനം ചെയ്ത ഇത്തിരി നേരം ഒത്തിരി കാര്യം, 84 കെ ജി ജോർജിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ പഞ്ചവടിപ്പാലം, അതോടൊപ്പം തന്നെ ജെ ശശികുമാർ സംവിധാനം ചെയ്ത പത്താമുദയം, വേണു നാഗവള്ളി സംവിധാനം ചെയ്ത സുഗമോ ദേവി, പി പത്മരാജന്റെ സംവിധാനത്തിൽ പുറത്തു വന്ന നൊമ്പരത്തിപ്പൂവ്, പി പത്മരാജൻ തന്നെ സംവിധാനം ചെയ്ത മൂന്നാം പക്കം തുടങ്ങി അങ്ങനെ നിരവധി ക്ലാസിക് സിനിമകൾ മലയാളത്തിലേക്ക് സമ്മാനിച്ച ഒരു നിർമ്മാതാവ് എന്നാണ് ഗാന്ധിമതി ബാലനെ വിശേഷിപ്പിക്കുക. അത്തരം നിർമ്മാതാക്കളിലെ കണ്ണികളിലെ ഒടുവിലത്തെ ആൾ എന്നും നമുക്ക് ഗാന്ധിമതി ബാലനെ വിശേഷിപ്പിക്കാൻ കഴിയും. വി എ ഗിരീഷ് തുടരുക. ക്ലാസിക് സിനിമകൾ മലയാളത്തിന് സമ്മാനിച്ച നിർമ്മാതാവും വിതരണക്കാരനുമായ ഗാന്ധിമതി ബാലൻ ഓർമ്മയാവുകയാണ്. പഞ്ചവടിപ്പാലം, മൂന്നാം പക്കം, നൊമ്പരത്തിപ്പൂവ്, സുഗമോദേവി, ഇത്തിരി നേരം ഒത്തിരിക്കാര്യം, ഈ തണുത്ത വെളുപ്പാൻ കാലത്ത് തുടങ്ങി നിരവധി ചിത്രങ്ങളിലൂടെ മലയാളികൾക്കെന്നും ഓർക്കാൻ കഴിയുന്ന, മലയാളത്തിനെന്നും ഹൃദയത്തോട് ചേർത്ത് നിർത്താൻ കഴിയുന്ന ഒരുപാട് സിനിമകൾ മലയാളിക്ക് സമ്മാനിച്ചാണ് അദ്ദേഹം വിട പറഞ്ഞു പോകുന്നത്. വരുമാനത്തിൽ എന്നതിലുപരി സിനിമയെ ഹൃദയത്തോട് ചേർത്ത കലാകാരൻ കൂടിയാണ് വിട പറഞ്ഞു പോകുന്നത്. സിനിമ എപ്പോഴും അതിൻ്റെ സാമ്പത്തിക വിജയം കൂടി കൈവരിക്കണം എന്നത് പ്രധാനമാണ് എന്നിരിക്കെ അതിനുവേണ്ടിയുള്ള മത്സരങ്ങൾ സജീവമായി നിന്നിരുന്ന സമയങ്ങളിലൊക്കെ നല്ല സിനിമയെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി ഒരുപാട് നല്ല ചിത്രങ്ങൾ മലയാളിക്ക് സമ്മാനിച്ചൊരു പ്രതിഭയാണ് വിട പറഞ്ഞു പോകുന്നത്. പത്മരാജൻ സിനിമകളിലൂടെ മലയാളികൾക്കിടയിൽ ശ്രദ്ധേയനായ അദ്ദേഹം മാറുന്നത് നമ്മൾ കണ്ടു. മനോഹരമായ ഗാനങ്ങൾ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളിൽ വേണം എന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിനൊരു നിർബന്ധമുണ്ടായിരുന്നു. അങ്ങനെ മലയാളികൾക്ക് എന്നും മനോഹരമായ ദൃശ്യാനുഭവം നൽകിയ ഒരു പ്രതിഭ കൂടി കാലയവനികയ്ക്കുള്ളിൽ മറയുകയാണ്. വി എ ഗിരീഷ് തുടരുന്നുണ്ട്. ഗിരീഷ്, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഒരു സിനിമയെ അതിൻ്റെ ഒരു കൊമേഴ്ഷ്യൽ തലത്തിൽ കാണാതെ കലാമൂല്യമുള്ള സിനിമകൾ മലയാളിക്ക് സമ്മാനിക്കുക, അതിനുവേണ്ടി പ്രയത്നിക്കുക എന്നുള്ളതൊക്കെയായിരുന്നു. അങ്ങനെ ഒരു ദൗത്യവുമായി മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും ഒരു നിർമ്മാതാവിന് നേരിടേണ്ടി വരുന്ന ചില പ്രതിസന്ധികളുണ്ട്. അതിനേക്കാളൊക്കെ ഉപരിയായി അദ്ദേഹം ആ സിനിമയെ സ്നേഹിച്ചിരുന്നു എന്നുള്ളത് കൊണ്ട് ആ പ്രതിസന്ധികളെയൊക്കെ മറന്ന് അദ്ദേഹത്തിന് മുന്നോട്ട് പോകാനും കഴിഞ്ഞു. ഗിരീഷ്, രഞ്ജിത്ത്, അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിജയം എന്നുള്ളത്. കാരണം ഒരു സിനിമ അതൊരു ക്ലാസിക് സിനിമയാക്കുക, താൻ എടുക്കുന്ന അല്ലെങ്കിൽ താൻ നിർമ്മിക്കുന്ന സിനിമകളെല്ലാം തന്നെ ഇത്തരത്തിലൊരു ക്ലാസിക് ടച്ച് വേണം എന്നൊരു നിർബന്ധ ബുദ്ധി ഗാന്ധിമതി ബാലനുണ്ടായിരുന്നു. പലപ്പോഴും അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, തന്റെ സിനിമകളുടെ വ്യാജ പതിപ്പൊക്കെ ഇറങ്ങി അത് വലിയ തോതിൽ ആളുകൾ കാണുന്നതൊക്കെ അദ്ദേഹം ഇങ്ങനെ നോക്കി നിന്നിട്ടുമുണ്ട്. അപ്പോഴും അദ്ദേഹം പറഞ്ഞത് ഇക്കാര്യത്തിലൊന്നും തനിക്ക് നിരാശയില്ല, കലാമൂല്യമുള്ള സിനിമകളല്ലേ, ജനങ്ങൾ കണ്ടോട്ടെ എന്നുള്ളതായിരുന്നു. ഏതാണ്ട് 30ഓളം ചിത്രങ്ങളുടെ നിർമ്മാണവും വിതരണവും ഇദ്ദേഹം നിർവഹിച്ചിട്ടുണ്ട്. ഇത്തിരി നേരം ഒത്തിരി കാര്യം ആയിരുന്നു ആദ്യ സിനിമ. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള രീതി സൂചിപ്പിച്ച പോലെ തന്നെ കലാമൂല്യമുള്ള ചലച്ചിത്രങ്ങൾ നിർമ്മിക്കുന്നതിൽ വിജയം കണ്ട അപൂർവം നിർമ്മാതാക്കളിൽ ഒരാൾ എന്നുള്ളത് തന്നെയാണ് ഗാന്ധിമതി ബാലനെ കുറിച്ചുള്ള ഒരു വിശേഷണം. കാരണം ഈ പറഞ്ഞ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച സിനിമകളെല്ലാം തന്നെ അത് ക്ലാസിക് ആണ്, എന്നാൽ അതേസമയം തന്നെ സാമ്പത്തികമായി വിജയം കൈവരിച്ചതുമാണ്. ഇങ്ങനെ സിനിമയെ അത്ര കണ്ട് സ്നേഹിച്ച, അതോടൊപ്പം തന്റെ സിനിമകൾ
സിനിമകളിൽ നല്ല ഗാനങ്ങൾ ഉണ്ടാകണം, അതിനുവേണ്ടി യാതൊരു തരത്തിലുള്ള കോംപ്രമൈസിനും വഴങ്ങാത്ത അത്തരത്തിലുള്ള ഒരു കലാകാരൻ കൂടിയാണ്. കലയെ അത്രയധികം സ്നേഹിക്കുന്ന ഒരാൾ കൂടിയായിരുന്നു ഗാന്ധിമതി ബാലൻ. അത് അദ്ദേഹത്തിന്റെ ചിത്രരഥങ്ങൾ തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ സാഹിത്യ, സാമൂഹ്യ, സാംസ്കാരിക വേദികളിലെല്ലാം തന്നെ ഗാന്ധിമതി ബാലൻ സജീവമായിരുന്നു എന്നുള്ളതാണ് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. സിനിമാ നിർമ്മാണത്തിൽ നിന്ന് അദ്ദേഹം മാറി നിൽക്കുമ്പോഴും ഈ സിനിമകളൊക്കെ നിർമ്മിച്ചു കഴിഞ്ഞ് അദ്ദേഹം ഒരു ഇടവേളയിലേക്ക് പോയി. ഈ ഇടവേളയിലെല്ലാം തന്നെ അദ്ദേഹം ഈ സാംസ്കാരിക, സാമൂഹ്യ, സാഹിത്യ മേഖലകളിലെല്ലാം തന്നെ സജീവമായിരുന്നു. വി എ ഗിരീഷ് തുടരുക. തിരുവനന്തപുരത്ത് നിന്ന് വി എ ഗിരീഷ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. പ്രശസ്ത ചലച്ചിത്ര നിർമ്മാതാവും ചലച്ചിത്ര അക്കാദമി മുൻ വൈസ് ചെയർമാനുമായിരുന്ന ഗാന്ധിമതി ബാലൻ ഓർമ്മയായിരിക്കുന്നു. അസുഖത്തെ തുടർന്ന് കിംസ് ആശുപത്രിയിൽ അദ്ദേഹം ചികിത്സയിലായിരുന്നു. മലയാളത്തിലെ ഹിറ്റ് ചിത്രങ്ങളിൽ പലതിൻ്റെയും നിർമ്മാണം ഗാന്ധിമതി ബാലനായിരുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ മലയാളിക്കെന്നും അഭിമാനിക്കാവുന്ന ഒരുപിടി ചിത്രങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം. അദ്ദേഹത്തിൻ്റെ ഒരുപാട് ചിത്രങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ സ്ക്രീനിൽ പോകുമ്പോൾ നമ്മുടെ ഓർമ്മകളിലേക്ക് ഒരുപാട് മനോഹരമായ കഥാപാത്രങ്ങൾ, ഗാനങ്ങളൊക്കെ ഓടിയെത്തുന്നുണ്ട്. അതിനൊക്കെ പിന്നിൽ ഗാന്ധിമതി ബാലൻ്റെ അധ്വാനം ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ സമർപ്പണം ഉണ്ടായിരുന്നു. ബാലചന്ദ്ര മേനോൻ സംവിധാനം ചെയ്ത ഇത്തിരി നേരം ഒത്തിരി കാര്യം എന്ന സിനിമയിലൂടെ നിർമ്മാണ രംഗത്തെത്തിയ ഗാന്ധിമതി ബാലൻ പിന്നീട് ഒരുപാട് ചിത്രങ്ങളുടെ ഭാഗമാകുന്നത് നമ്മൾ കണ്ടു. പഞ്ചവടിപ്പാലം, മൂന്നാം പക്കം, തൂവാനത്തുമ്പികൾ, സുഗമോ ദേവി, മാളൂട്ടി, നൊമ്പരത്തിപ്പൂവ്, മണിവത്തൂരിലെ 1000 ശിവരാത്രികൾ, ഈ തണുത്ത വെളുപ്പാങ്കാലത്ത്, ഇരകൾ, പത്താമുദയം തുടങ്ങി ഒരുപാട് ചിത്രങ്ങൾ. ആ ചിത്രങ്ങളുടെയൊക്കെ പ്രത്യേകത അതിനൊക്കെ ഒരു ക്ലാസിക് സ്വഭാവം ഉണ്ടായിരുന്നു. എല്ലാ കാലത്തും നിലനിൽക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. മനോഹരമായ ഗാനങ്ങൾ അതിലുണ്ടായിരുന്നു. ഒരുപാട് അഭിനയ പ്രതിഭകളെ മലയാളത്തിന് പരിചയപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഒരുപാട് വലിയ സാമ്പത്തിക വിജയങ്ങൾ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയില്ലെങ്കിലും അതൊക്കെ സാമ്പത്തിക വിജയം തന്നെയായിരുന്നു. ഒരു കൊമേഴ്ഷ്യൽ തലത്തിൽ ഒരു മത്സരത്തിന് വേണ്ടി സിനിമകൾ നിർമ്മിക്കുക എന്നുള്ളതായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ രീതി. എക്കാലവും നിലനിൽക്കുന്ന, മലയാളത്തിന് അഭിമാനിക്കാവുന്ന, ഓരോ മലയാളിക്കും ഹൃദയത്തോട് ചേർത്ത് നിർത്താവുന്ന സിനിമകൾ നൽകുക, മലയാളത്തിന് നൽകുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെക്കുറിച്ച് ഈ സമയത്ത്, അദ്ദേഹം വിട പറഞ്ഞു പോകുന്ന ഈ ഘട്ടത്തിൽ നമ്മൾ ഒരുപാട് സംസാരിക്കേണ്ടി വരുന്നതും.